ഇതെല്ലാം അർജന്റീനക്കാര് വെച്ചിറക്കിയതാണ് ഗൈസ്. നിങ്ങളാരും വിശ്വസിക്കരുത്. വണക്കം മക്കളെ, വണക്കം. പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ചില വോയിസ് കട്ടുകളാണ് നമ്മൾ ഇവിടെ ഇന്ന് നോക്കാൻ പോകുന്നത്. എന്താന്ന് മനസ്സിലായില്ലേ? കഴിഞ്ഞ അർജന്റീനയുടെ കളിയിൽ മെസ്സി ആണെങ്കിൽ ഒരു ഹാട്രിക് അടിച്ചിട്ടുണ്ട്. അപ്പൊ ഹാട്രിക്കിലെ ചൊല്ലി പോർച്ചുഗൽ ഫാൻസുകാർ അസ്വസ്ഥരാണ്. അപ്പൊ ആ അസ്വസ്ഥയിൽ അവർ പറയുന്ന കുറച്ച് വോയിസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കിടന്നൊന്ന് കറങ്ങുന്നുണ്ട്. ആ വോയിസ് നമ്മളൊന്ന് റിയാക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ പോകാം. എന്റെ അഭിപ്രായത്തിന് നമ്മളെല്ലാരും പാടെ ഫിഫക്ക് ഒരു പരാതി എഴുതി കൊടുത്താല്, അതായത് ഫസ്റ്റത്തെ ഗോളിന്റെ കയ്യുമ്പോൾ തട്ടിയാണല്ലോ വരുന്നത്. അപ്പൊ അതൊരു സെൽഫ് ഗോൾ സാധ്യത ഉണ്ടല്ലോ, 50-50. അതിപ്പോ സെൽഫ് ഗോൾ ആക്കി കഴിഞ്ഞാൽ മെസ്സിന്റെ ഹാട്രിക്ക് പോകും. അത് ഇതാണ്. അപ്പൊ പരമാവധി എല്ലാവരും ഫിഫന്റെ വെബ്സൈറ്റിൽ പോയിട്ട് സെൽഫ് ഗോൾ എന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്ത് തേങ്ങയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും കൂടെ പരാതി കൊടുക്കാം. ഗോളങ്ങ് മാറും. അപ്പൊ 2 ഗോളാകത്തുള്ളൂ, മെസ്സിക്ക് ഹാട്രിക് ആവത്തില്ല. ഞാനൊരു കാര്യം പറയാം, ഞാൻ പോർച്ചുഗൽ ഫാനാണ്, പക്ഷെ ഇതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല. ഈ വോയിസ് റിയൽ ആണോ ആണോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ കണ്ടപ്പോ ഒരു കൗതുകം, റിയാക്ട് ചെയ്യാൻ തോന്നി, റിയാക്ട് ചെയ്യുന്നു. എന്തൊക്കെ പറഞ്ഞാലും എന്താ, നിങ്ങളെ മെസ്സിക്ക് സിക്സ് പാക്ക് ഉണ്ടോ? സിക്സ് പാക്ക് ഇല്ലല്ലോ, ഒക്കെ പോട്ടെ, എല്ലാം വിട്. മെസ്സി റൊണാൾഡോ തല്ലൂടെ ജയിക്കുക. ഈ വോയിസ് ആണ് ഗയ്സ്, ഇത് വോയിസ് ആണ്. കാരണം ഞങ്ങൾ റൊണാൾഡോ ഫാൻസ് ഒന്നും ഇങ്ങനെ സംസാരിക്കാറില്ല. കാരണം നമുക്ക് ഇച്ചിരി വിവരം ഉണ്ടല്ലോ. ഇത് ആരാ ഈ പറയുന്നേ? പോർച്ചുഗല് ഡോക്ടർ കോങ്കോ മത്സരം നിയന്ത്രിക്കുന്ന റഫറിയുടെ അയൽവാസി വിവാഹം കഴിച്ചിരിക്കുന്നത് അർജന്റീനയിൽ നിന്നാണ് കേട്ടോ. അതിനിപ്പോ എന്താടാ? അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്. കറക്റ്റ് ഓഫ് സൈഡിലെ ഗോളാണ് ഡോക്ടർ കോങ്കോക്ക് അനുവദിച്ചു കൊടുക്കുന്നത്. എന്താ ചെയ്യാം ബ്രോ? ആ ഗോൾ ഓഫ് സൈഡ് ആണെന്നോ അല്ലയോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. ഇവൻ എന്ത് തേങ്ങയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും കത്തതില്ല. റഫറിയുടെ അയൽക്കാരൻ അർജന്റീനക്കാരില്ല, അത് എന്ത് വർത്താനാടാ? ടീമിന് വേണ്ടി കളിക്കുന്നവരെടുക്ക് ഇത് റൊണാൾഡോക്ക് പാസ് കൊടുക്കാത്ത 10 ആൾക്കാരെ തെരഞ്ഞെടുത്തുകൊണ്ട് ടീം ഉണ്ടാക്കുക. എന്നിട്ട് റൊണാൾഡോന് അതിലെന്തോ ഈ കാണുന്ന ഈ വോയിസ് ഒന്നും വിശ്വസിക്കില്ല. ഇത് പുള്ളി ആണ്. കാരണം പുള്ളി പറയുന്നത് വെച്ചിട്ട് പറയുന്നതാണ്. കാരണം ഒരു പോർച്ചുഗൽ ഫാൻ പോലും ഒരു റൊണാൾഡോ ഫാൻ പോലും ഇങ്ങനെ പറയത്തില്ല എന്നാണ് തോന്നുന്നത്. എന്റെ പൊന്നെ, ഇതെല്ലാം അർജന്റീനക്കാര് വെച്ചിറക്കിയതാണ് ഗൈസ്. നിങ്ങളാരും വിശ്വസിക്കല്ലേ?